ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ PB സെക്ടറിനെ പറ്റിയിട്ടാണ്, ആ ഒരു സെക്ടറിലെ കമ്പനികളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ തീരുന്ന സമയത്ത് നമുക്കൊരു സെക്ടർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ നല്ല സ്റ്റോക്കുകളെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക, ആ ഒരു കാര്യത്തിലൊക്കെ ഒരു ധാരണ കിട്ടും. അതേപോലെ തന്നെ ഫോർവേഡ് PEയുടെ ഇമ്പോർട്ടൻസ്, പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ വാല്യുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ധാരണ കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമുക്ക് PB സെക്ടറിലേക്ക് കിടക്കാം. PB സെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്ക് പകരം ഒരു സ്റ്റീൽ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നോർമൽ ബിൽഡിങ്ങുകൾക്ക് എടുക്കുന്നതിന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60% സമയം കുറച്ച് മതി ഈ ഒരു രീതിയിൽ ബിൽഡിംഗ് പണിയുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും ഈ ഒരു PEBയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കര ഫേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് PEB എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 10 to 12% ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് അടുത്തൊരു 3-4 വർഷത്തേക്ക് FY29 FY30 വരെയൊക്കെ ഈ ഒരു സെക്ടറിൽ ഈ ഒരു ഗ്രോത്ത് മൊത്തത്തിൽ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഓൾറെഡി അവിടെ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെക്ടറിലെ സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രോത്തിന്റെ അതായത് 10-12% ഒരു 1.5 times എങ്കിലും ഗ്രോത്ത് ഉള്ള കമ്പനികൾ ഫൈൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ പ്രൈസിന്റെ ഇൻക്രീസ് ആണ്. കാരണം ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. സ്റ്റീലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ മൊത്തത്തിലുള്ള കോസ്റ്റ് ഇൻക്രീസ് ആവും. അതിനനുസരിച്ചിട്ടുള്ള മാർജിൻ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീൽ പ്രൈസിനെ പറ്റിയിട്ട് ഒരു ധാരണ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു ക്വാർട്ടർ നോക്കിയാൽ ഏകദേശം 20-25% സ്റ്റീലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാറ് കാര്യങ്ങളൊക്കെ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിൽ ഇവരുടെ പറഞ്ഞ പോലെ ഫോറക്സിൽ ലോസ് കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ. സോ ഈ 3-4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ടറിലെ മെയിൻ കമ്പനികൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നമ്മളെ 3 കമ്പനികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് കമ്പനികളെ പറ്റി പറയുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന് 3 കമ്പയർ ചെയ്യാനായിട്ട് നോക്കാം. 3 കമ്പനികളാണ്. ഒന്ന് M&B എഞ്ചിനീയറിംഗ്, രണ്ടെന്ന് പറയുന്നത് ഇന്റർആർച്ച്, മൂന്നെന്ന് പറയുന്നത് ഇപാക് പ്രീഫാബ് എന്ന് പറയുന്നത്. ഈ 3 കമ്പനികളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ പ്ലേയേഴ്സ് ഈ PEBയിൽ പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. ആദ്യം നമുക്ക് M&Bയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ M&B അവർ മെയിനായിട്ട് M&Bയുടെ ഒരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. ഈ 3 കമ്പനികളിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് M&B ആണ്. അവർ ഏകദേശം 13-14% എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആവുന്ന സമയത്ത് അവർ ഏകദേശം 20% എക്സ്പോർട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കമ്പനി M&B ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർജിൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് M&B ആണ്. ഈ ഒരു ക്വാർട്ടറിന് മുമ്പ് വരെയുള്ള കാര്യമാണ്, ഈ ഒരു ക്വാർട്ടർ വരെയുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന കമ്പനി, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി M&B ആണ്. ഇവർക്ക് 2 വിങ്ങാണുള്ളത്, പ്രോഫ്ലെക്സും ഫീനിക്സും. പേരിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. പ്രോഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇവർ റൂഫിംഗ് സൊല്യൂഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ റെയിൽവേയുടെ ഒക്കെ യാർഡുകളിലൊക്കെ മേളിൽ യൂസ് ചെയ്യുന്നതല്ലേ ഇപ്പോൾ റൂഫാണ്. അതായത് ആർച്ച് ഷേപ്പിലുള്ള ഏകദേശം എനിക്ക് 24-40 മീറ്റർ വരെ ഈ പറഞ്ഞ സ്പാൻ ലെങ്ത് കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ്, കറക്റ്റ് മീറ്റർ ഞാൻ ഓർക്കുന്നില്ല, ഏകദേശം നല്ല വലിപ്പമുള്ള ഈ പറഞ്ഞ റൂഫിംഗ് സൊല്യൂഷനാണ് അവർ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ നമ്മുടെ ബോർവെലിനൊക്കെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ പോലെ ഈ ഓൺ സൈറ്റിൽ ചെന്നിട്ട് അവിടെ തന്നെ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഏകദേശം 19 വെഹിക്കിളുണ്ട് ഇവർക്ക് അങ്ങനെ ഈ പ്രോഫ്ലെക്സിൽ. സോ ആ റൂഫിംഗ് സൊല്യൂഷനാണ് ഈ പറഞ്ഞ പ്രോഫ്ലെക്സ് എന്ന് പറയുന്ന വിങ്ങിലൂടെ വരുന്നത്. അതും പക്ഷേ ഈ പറഞ്ഞ PEB ആയിട്ട് തന്നെ കണക്ട് ആണ്. കാരണം ഈ PEB യൂസ് ചെയ്ത് പണിയുന്ന ബിൽഡിങ്ങുകളുടെ റൂഫായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് കണക്ട് ആണ്. പക്ഷേ അത് സെപ്പറേറ്റ് ഒരു വിങ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അവിടെ അവർക്ക് ഏകദേശം പറഞ്ഞാൽ പറ്റില്ല 19 വെഹിക്കിളുണ്ട്. അതിന് കൊടുത്ത് 2 യൂണിറ്റ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് അടുത്ത ക്വാർട്ടർ ആകുമ്പോൾ അവർ കമ്മീഷൻ ചെയ്യുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ അവർക്ക് അത്യാവശ്യം ഈ കമ്പനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ PEB സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഫ്ലെക്സിലാണെങ്കിലും ഇവിടെ 2 പേർക്ക് ഇവർക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് M&B ആണ്. ഞങ്ങൾക്ക് ഇവരുടെ പ്രീഫ്ലെക്സ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ PEB സെക്ടർ. അതിന് പറയുന്നത് ഫീനിക്സ് എന്നാണ്. സോ ഫീനിക്സിൽ ഈ പറഞ്ഞ PEB പ്രൊഡക്റ്റുകളാണ് അവർ മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്ത് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ PEB ഫീനിക്സ് ഉണ്ട്, പ്രോഫ്ലെക്സ് ഉണ്ട്. സോ നമുക്ക് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിനൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവർ ഈ ഒരു ക്വാർട്ടറിലെ സെയിൽസ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 16% സെയിൽസ് ഗ്രോത്തും, പക്ഷേ പ്രോഫിറ്റിൽ ഡീഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. മാർജിൻസിനെ ഇവരെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്കാണ് ഏറ്റവും കൂടുതൽ മാർജിൻ ഉള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ മാർജിൻ അഫക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പനിയാണ്. കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ വാറന്റ് ഇഷ്യൂ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പറഞ്ഞ എക്സ്പോർട്ട് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഫോറക്സ് ലോസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 6-7 കോടി രൂപയോളം, എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വാർട്ടറിൽ 5-6 കോടി രൂപ ടോട്ടൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 15 കോടി രൂപയോളം ഇവർക്ക് ഫോറക്സ് ലോസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ 3 കമ്പനികളിൽ സ്റ്റീൽ പ്രൈസിന്റെ ഇൻക്രീസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്ന കമ്പനി ഈ M&B എഞ്ചിനീയറിംഗ് ആണ്. ഈ മാനേജ്മെന്റ് ആണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്റ്റീൽ പ്രൈസ് കൂടിയോണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കാര്യം, മാർജിൻ ഇങ്ങനെ അഫക്ട് ചെയ്തിരിക്കുന്ന കാര്യം, അടുത്ത ക്വാർട്ടറുകളിലൊക്കെ നല്ല രീതിയിൽ മാർജിൻ അഫക്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറയുന്ന ഈ ഒരു കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റീൽ പ്രൈസിന്റെ ഇഷ്യൂസും കാര്യങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ
ഇവരുടെ മാർജിനും കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിട്ടില്ല. അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലെ മാർജിൻ അവരൊന്നും പറഞ്ഞിട്ടില്ല. ടോപ്പ് ലൈൻ്റെ ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഗ്രോത്ത് 25% മുകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാർജിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് എത്ര വരും എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കമ്പനിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മാനേജ്മെന്റിന് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ധാരണയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എക്സ്പോർട്ടിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അവിടെ ഇവർക്ക് മാർജിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ഫോറക്സിൽ ഇവർക്ക് നല്ല, അതായത് റുപ്പിയുടെ ഡിപ്രിസിയേഷൻ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവരുടെ മാർജിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ഈ സ്റ്റീൽ പ്രൈസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് ഇവരെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ ഇവരുടെ മാർജിൻസ് കാര്യങ്ങളെല്ലാം അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാർജിൻസിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നുന്നത് M&B ആണ്. ഏറ്റവും മോശം എന്ന് പറയാൻ പറ്റില്ല, ഒരു രണ്ടാം സ്ഥാനത്ത് നിന്ന് വേണം പറയാം. കാരണം രണ്ട് കമ്പനികൾ ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെയാണ് തോന്നുന്നത്. സോ അതിൽ രണ്ടാമത്തെ കമ്പനി ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാർച്ച് ആണ്. ഇൻട്രാർച്ചിന്റെ ബിസിനസ് മോഡൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻട്രാർച്ച് പ്യൂർ ആയിട്ടുള്ള ഒരു PEB പ്ലെയർ തന്നെയാണ്. കാരണം അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ PEB തന്നെയാണ്. നമ്മൾ നേരത്തെ ഫീനിക്സ്, പ്രോഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ മാറ്റമൊന്നുമില്ല. ഇവർ PEB പ്രൊഡക്റ്റിൽ നോക്കുന്നു. പിന്നെ ഇവരുടെ USP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവരിപ്പോൾ പുതിയൊരു പ്ലാന്റ് ഇവർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇവരിപ്പോൾ ഓൾറെഡി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഹെവി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ് അവരവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പോകുന്നത്. ഹെവി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് മൾട്ടി സ്റ്റോറിഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ പോലത്തെ ബിൽഡിങ്ങുകൾ പണിയുക, ആ രീതിയിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ടറിലേക്ക് ഇവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ ഇവർ വലിയ വലിയ പ്രൊജക്റ്റുകളാണ് ഇവരെടുക്കുന്നത്. അതാണ് ഇവരുടെ ഒരു USP എന്ന് പറയുന്നത്. ഈ വലിയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അതുപോലെ ഈ റിപ്പീറ്റ് ഓർഡേഴ്സ് കിട്ടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ HUL പോലത്തെ അങ്ങനത്തെ വലിയ വലിയ കമ്പനികളുമായിട്ടാണ് ഇവർ കൂടുതലായിട്ട് ബിസിനസ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളിലേക്ക് വന്നാൽ, ഗ്രോത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ക്ലിയർ ആയിട്ട്, ഇവർക്ക് ഇപ്പോൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഇവരുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 100% യൂട്ടിലൈസേഷനിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർ തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ വോളിയം ഗ്രോത്ത് അധികം വരാനുള്ള സാധ്യതയില്ലെന്നും അതുകൊണ്ട് തന്നെ ടോപ്പ് ലൈനിൽ വലിയ ഗ്രോത്ത് വരാൻ സാധ്യതയില്ലെന്നുള്ള കാര്യം കഴിഞ്ഞ ക്വാർട്ടറിലെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 9% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോഫിറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവർക്കും ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 31% റവന്യൂ ഗ്രോ ചെയ്ത്, ആ സമയത്ത് അവരുടെ പ്രോഫിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് 25% ആണ്. നേരത്തെ പറഞ്ഞ M&Bയുടെ 27% ഇയർ ഓൺ ഇയർ അല്ലെ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗ്രോത്ത്. അവർക്ക് 20% പ്രോഫിറ്റ് ഗ്രോത്ത്. ഇവർക്ക് 31% റവന്യൂ ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് 25%. ഓപ്പറേറ്റിംഗ് ലിവറേജ് രണ്ട് കമ്പനികൾക്ക് കിട്ടിയിട്ടില്ല. ഈ കമ്പനിയുടെ മാർജിനിലെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മാർജിൻ കാര്യങ്ങൾ അഫക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ M&B പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലല്ല. അതായത് സ്റ്റീൽ പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ടല്ല, അല്ലാതെ ഉള്ളവർ എക്സ്പാൻഷനും കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് ഇവരുടെ മാർജിൻസ് കാര്യങ്ങളെയും അഫക്ട് ചെയ്തിട്ടുള്ളത്. അതും M&Bയുടെ അഫക്ട് ചെയ്ത് അത്രയും കാര്യങ്ങൾ അഫക്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 7 to 7.5 പാറ്റ് മാർജിൻ കിട്ടുമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. EBITDA മാർജിൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ലോങ് ടൈമിൽ അത് ഇംപ്രൂവ് ആവുന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇനി കൂടുതലായിട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്ന കാര്യമാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ പ്രൈസിന്റെ ഇൻക്രീസ് കാര്യങ്ങളൊന്നും ഏറ്റവും കുറവ് അഫക്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി വേണമെങ്കിൽ നമുക്ക് ഇൻട്രാർച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കമ്പനി നോക്കുമ്പോഴത്തേനുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്കുള്ള ഗൈഡൻസ് ആണ്. നമുക്ക് മെയിനായിട്ട് അടുത്ത വർഷത്തേക്കുള്ള ഗൈഡൻസ് ആണ് അറിയുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 15% ആണ്. അതിന് മെയിനായിട്ട് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇവർ പുതിയതായിട്ട് ഇപ്പോൾ ഹെവി സ്റ്റീൽ സ്ട്രക്ചറിലുള്ള ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇവർ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ മൊത്തം യൂട്ടിലൈസേഷൻ കൊണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്കൊരു 100-120 കോടിയുടെ എക്സ്ട്രാ റവന്യൂ വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ PEBയിൽ ഇപ്പോൾ പുതിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് അടുത്ത ക്വാർട്ടറിൽ വരുന്നുണ്ട്. സോ അത് വന്നു കഴിഞ്ഞാൽ പോലും അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്താലും അവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഒരു 200-250 കോടിയുടെ റവന്യൂ കൂടെ അതിൽ നിന്ന് എക്സ്ട്രാ വരാൻ സാധ്യതയുള്ളൂ. സോ ഇത് രണ്ടോടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 250-300 കോടിയുടെ റവന്യൂ ഇവർക്ക് എക്സ്ട്രാ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ അവർക്ക് ഏകദേശം 1900 റവന്യൂ ഉള്ളത് ടോപ്പ് ലൈൻ. അതിന് കൂടെ ഒരു 300 കോടിയുടെ വന്നാൽ ഏകദേശം ഒരു 2200 കോടിയിലേക്കാണ് ടോപ്പ് ലൈൻ എത്താൻ സാധ്യത. അത് നോക്കിയാൽ ഏകദേശം 15% ഗ്രോത്ത് ആണ്. ഇനി ഒരു മാക്സിമം ഇതിനെയൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ പോലും മാക്സിമം ഒരു 20% ഗ്രോത്ത്, ഒരു 2300 കോടിയുടെ വരെ റവന്യൂ എത്താനുള്ള സാധ്യതയുള്ളൂ. സോ അതിൽ ഏകദേശം 7 to 7.5 അനുസരിച്ച്, അതായത് ഒരു പാറ്റ് മാർജിൻ ഒരു 7.2 ഒക്കെ എടുത്താൽ പോലും ഇവർക്ക് അത്ര വലിയ ഗ്രോത്ത് വരില്ല. ഏകദേശം 15-20% ഗ്രോത്ത് മാക്സിമം റവന്യൂവിൽ വരാൻ സാധ്യതയുള്ളൂ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ ഒരു കമ്പനിയെ ഏറ്റവും ഇവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് കമ്പനിക്ക്. അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ നല്ല രീതിയിൽ ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. M&Bക്ക് ഓർഡേഴ്സ് കാര്യങ്ങളുണ്ട്. ഈ ഒരു സെക്ടറിൽ ഓർഡേഴ്സിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഡിമാൻഡ് തന്നെയാണ് ഈ ഒരു സെക്ടറിൽ. പക്ഷേ M&Bയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റവന്യൂവിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ല, മാർജിൻസിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ല. മാർജിൻ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളില്ല. സോ ഇവരുടെ മാനേജ്മെന്റ് കുറച്ചും കൂടെ പറഞ്ഞാൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ല, കുറച്ച് സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിംഗിന് കപ്പാസിറ്റിയിൽ ഈ ഒരു കൺസ്ട്രെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. M&B പോലെ തന്നെ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ അത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഒരുപക്ഷെ അടുത്ത ക്വാർട്ടറിൽ Q1 കുറച്ച് റവന്യൂവിൽ ഗ്രോത്ത് കാണിച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഏകദേശം ഒരു 500 കോടിയുടെ റവന്യൂ അവർക്ക് ചെയ്യാൻ പറ്റിയേക്കാം. സോ പക്ഷേ കഴിഞ്ഞ Q1 നോക്കി ഏകദേശം ഒരു 300-380 കോടിയുടെ റവന്യൂ ആണ് അവർക്കുള്ളത്. സോ അതിന് മുകളിൽ ഏകദേശം ഒരു 25-30% ഗ്രോത്ത് വരുത്താൻ പറ്റുന്നതരം കപ്പാസിറ്റി ഇപ്പോൾ അവർക്കുണ്ട്. പക്ഷേ Q2 ഒക്കെ കാര്യം വരുന്ന സമയത്ത് കഴിഞ്ഞ Q2 ഏകദേശം 480-500 കോടിക്ക് അടുത്ത് റവന്യൂ ചെയ്തിട്ടുണ്ട്. സോ അതിന് മുകളിലേക്ക് ഇവർക്ക് ഈ ഒരു Q2 ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടറിൽ വരുന്ന Q1 ചിലപ്പോൾ ഒരു പക്ഷേ 25-30% ഗ്രോത്ത് കാണിച്ചേക്കാം. പക്ഷേ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു 15-20% മുകളിലേക്ക് വോളിയത്തിലൂടെ ഗ്രോത്ത് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്.
ആ ഒരു രീതിയിലാണ് ഇന്ററാർച്ചൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കമ്പനി നോക്കിയാൽ ഈ ഒരു സെക്ടറിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി, അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഇപാക്ലാണ്. ഇപാക് പ്രീഫാബ് ആണ് മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത്. സോ അവരുടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങൾ നോക്കിയാൽ ഏകദേശം 35% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട് കമ്പനിയിൽ. അതേപോലെ തന്നെ ഈ ഒരു സെക്ടറിൽ ആകെപ്പാടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇപാക് ആണ്. അവർക്ക് ഏകദേശം ഒരു 50-56% അവരുടെ പാറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് 30-35% ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ 35% തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എബിറ്റ മാർജിൻ 10.5 to 11 ആയിരുന്നു അവർ ഗൈഡ് ചെയ്തിരുന്നത്. ഏകദേശം 10.5 തന്നെയൊക്കെ അവരുടെ എബിറ്റ മാർജിൻ എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു സിറ്റുവേഷനിലാണ് നോക്കണം. അതായത് റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത സമയത്തും അവർക്ക് ഈ പറഞ്ഞ പോലെ 10.5 എന്ന് പറഞ്ഞ മാർജിനിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പാറ്റ് മാർജിൻ ഏറ്റവും കുറവുള്ള ഒരു കമ്പനി ഈ പറഞ്ഞ ഇപാക് ആണ്. 6.1 ആണ് പാറ്റ് മാർജിൻ ഉള്ളത്. പക്ഷേ അടുത്ത വർഷത്തേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് ഏകദേശം 6.5 മുകളിലേക്ക് അവരുടെ പാറ്റ് മാർജിൻ എത്തുമെന്നുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ഏകദേശം 10.5 to 11 എബിറ്റ മാർജിൻ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറവ് പോലും 10 മുകളിൽ എന്തായാലും എബിറ്റ മാർജിൻ ഉണ്ടാവുന്ന കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കമ്പനികളിൽ M&B മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്റ്റീൽ പ്രൈസിന്റെ കാര്യം കൊണ്ട് അത്ര ഇവരുടെ മാർജിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആര് പറയുന്നതാണ് കറക്റ്റായിട്ട് വരാൻ പോകുന്ന കാര്യം നമുക്ക് അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുള്ളൂ. പക്ഷേ നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ള മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്. അല്ല നമുക്ക് അസ്യൂം ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് അവർക്ക് മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് മാറ്റി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ കൂട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അടുത്ത ക്വാർട്ടറിൽ അല്ലെങ്കിൽ അതിനടുത്ത ക്വാർട്ടറിൽ റിസൾട്ടുകൾ വരുന്ന സമയത്ത് ഇവർ പറഞ്ഞ പോലെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിന് അതിനെ കഴിഞ്ഞ് നല്ല രീതി. കാരണം നമുക്ക് ഇപാകിന്റെ ഒക്കെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് വന്ന സമയത്ത് അറിയാം അവരുടെ അന്നത്തെ റവന്യൂ ഗ്രോത്ത് 22% ആയിരുന്നു. എന്നിട്ട് പോലും സ്റ്റോക്കിന് കിട്ടിയേക്കുന്ന എത്രമാത്രം പ്രൈസ് താഴേക്ക് പോയെന്നുള്ള കാര്യം അറിയാം. ആ ഒരു സമയത്ത് മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ 20-25% ആയിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർക്ക് റവന്യൂ ഗൈഡൻസ് വരുന്നത് ഏകദേശം 26-27% ആണ് ടോപ്പ് ലൈൻ ഗൈഡൻസ് വരുന്നത്. ഫുൾ റവന്യൂന്റെ കാര്യത്തിൽ അവർ PB സെക്ടറിൽ മാത്രം ഗൈഡൻസ് വരുന്നത് ഏകദേശം 30% ഗ്രോത്ത് PB സെക്ടറിൽ വരും എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇപാക്കിന്റെ എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇപാക്ക് ഈ പറഞ്ഞ പോലെ തന്നെ PBയുടെ ബിസിനസ് ഉണ്ട്. ഇവർക്ക് രണ്ടാമതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് പാനൽസ് ആണ്. അതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഡേറ്റാ സെന്റർ ഒക്കെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് സോ അതിൽ ഈ പറഞ്ഞ പോലെ ഇൻസുലേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാനൽസ് ആണ്. സോ ആ പാനൽ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതൊരു വിങ് ആണ്. PEB ഒരു വിങ് ആണ്. പിന്നെ അതുകൂടാതെ മൂന്നാമെന്ന് വെച്ചാൽ ഒരു പാക്കിംഗ് മെറ്റീരിയൽസിന്റെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. അത് ഇവർ മെയിനായിട്ട് LGക്ക് വേണ്ടി മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. സോ ഇവരുടെ മെയിൻ റവന്യൂ വരുന്നതല്ല PEB തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ സാൻഡ്വിച്ച് പാനൽ കാര്യങ്ങളൊക്കെ PEB ആയിട്ട് ലിങ്ക് ചെയ്ത് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവരുടെ PEB തന്നെ നോക്കിയാൽ മതി. ഈ കമ്പനിയുടെ USP എന്ന് പറയുന്നത് ഇവർ ഈ PEB സെക്ടർ തന്നെ ഓൾറെഡി ഫാസ്റ്റ് ആയിട്ടുള്ള സെക്ടറാണ്. അവിടെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കംപ്ലീഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ ഇപാക് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവരുടെ USP എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഈ 3 കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് മാനേജ്മെന്റ് കമന്ററി അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലെ ഗ്രോത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർജിന്റെ കാര്യമാണെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലെല്ലാം നോക്കുമ്പോൾ ഇപാക് തന്നെയാണ് ഏറ്റവും മുമ്പിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 26-27% തന്നെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നുണ്ട്. M&Bയുടെ മാനേജ്മെന്റ് 25% ഗൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പ് ലൈൻ. പക്ഷേ അവർക്ക് മാർജിന്റെ കാര്യത്തിൽ യാതൊരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെ തോന്നുന്നില്ല. കാരണം ഇവിടെ ഇവർ ഈ പറയുന്നുണ്ടെങ്കിലും 26-27% പറയുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ പാറ്റ് മാർജിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. പാറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ഈ 3 കമ്പനികളെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇപാക്കിന്റെ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 93 കോടിയാണ്. M&Bയുടെ 93 കോടിയാണ്. പക്ഷേ M&Bയുടെ കാര്യത്തിൽ അവർ 25% റവന്യൂ ഗ്രോത്ത് പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രോഫിറ്റിന്റെ മാർജിനോ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ 93 കോടി തന്നെ പ്രോഫിറ്റ് വരുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഇപാക്കിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 1925 to 1950 കോടിയുടെ റവന്യൂ ചെയ്യുന്നു. അതിന് ഏകദേശം മാനേജ്മെന്റ് കോൺകോളിൽ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഏകദേശം 6.5 മുകളിൽ പാറ്റ് മാർജിൻ ഉണ്ടാവുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പെർസെന്റേജ്. സോ അത് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 125 കോടിയോളം അവർ പ്രോഫിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ബിസിനസിന്റെ പരമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും ഏറ്റവും നന്നായിട്ട് ഇപാക്കിന്റെ തന്നെയാണുള്ളത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ 3 കമ്പനികളെ എടുത്ത് നോക്കിയിട്ട് അതായത് 25% ഗ്രോത്ത് M&Bക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്റർനാഷണൽ 15% ഗ്രോത്ത് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപാക്കിന് നോക്കിയാൽ ഏകദേശം 26-27 ഓൾമോസ്റ്റ് PEBയിൽ 30% ഗ്രോത്തും മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 3 കമ്പനികളുടെ വാല്യൂഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഇപാക്കിന്റെ വാല്യൂഷൻ നോക്കിയാൽ ഇപാക്കിന് 21 ആണ് ഇപ്പോൾ കറന്റ് PE ഉള്ളത്. ഇന്റർനാഷണൽ നോക്കിയാൽ അറൌണ്ട് 21 ആണുള്ളത്. M&B നോക്കി കഴിഞ്ഞാൽ 18-19 ആ ഒരു റേഞ്ചിലാണ് M&Bയുടെ ഉള്ളത്. സോ നമ്മൾ ചുമ്മാ വെറുതെ വാല്യൂഷൻ മാത്രം PE റേഷ്യോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന M&B ആണ് ഏറ്റവും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് M&B ആണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. മാർക്കറ്റിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടില്ല അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്തേക്ക് ഈ സ്റ്റോക്ക് നല്ലതായിരിക്കും നല്ല ചീപ്പായിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ ഈ സ്റ്റോക്കിന് വാല്യൂഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ PE അല്ല ഫോർവേഡ് PE എത്രയാണെന്നുള്ള കാര്യമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അടുത്ത വർഷം ഈ കമ്പനികൾ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് മാർക്കറ്റ് ക്യാപ്പും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ള കാര്യമാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ക്യാപ്പ് സ്റ്റോക്കിന്റെ എല്ലാം പ്രൈസ് ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കാരണം ഇനി ആ പ്രോഫിറ്റ് അനുസരിച്ചിട്ട് വേണം ആൾക്കാർക്ക് ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസോ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അത് നോക്കുമ്പോഴത്തേന് നമ്മൾ ഇനി ഇവരുടെ 3 കമ്പനികളുടെ അടുത്ത വർഷത്തെ
പാറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ ഈ പാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മാനേജ്മെന്റ് 26-27% ഗൈഡ് ചെയ്യുന്നത്. ഏകദേശം 1925 ടു 1950 റവന്യൂ ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ഏകദേശം 6.5% എങ്കിലും അവർ അടുത്ത വർഷം പാറ്റ് മാർജിൻ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പാക്ക് അടുത്ത വർഷം ഏകദേശം 125 കോടി മിനിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവരുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിന് ഈ 125 കോടി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോർവേഡ് പി ആയിട്ട് കിട്ടുന്നത് ഏകദേശം ഒരു 15-ൽ താഴെയായിട്ടാണ്, 14-15 ഇടയ്ക്കായിട്ടാണ് അവരുടെ ഫോർവേഡ് പി കിട്ടുന്നത്. സോ അടുത്ത വർഷം ഈ പാക്ക് അവൈലബിൾ ആകാൻ പോകുന്ന പി റേഷ്യോ, അതായത് അതിന്റെ പ്രൈസിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ അവരുടെ ഫോർവേഡ് പി എന്ന് പറയുന്നത് ഏകദേശം 14-15 ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഇന്റർആർച്ചിന്റെ എടുത്ത് നോക്കുന്നു. ഇന്റർആർച്ചിന്റെ കറന്റ് പി ഞാൻ പറഞ്ഞു 21 ആണുള്ളത്. അതിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഏകദേശം 15% ഗ്രോത്ത് ആണ്. അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 2200 കോടിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം 7 to 7.5 അടുത്ത് ഇവർ പാറ്റ് മാർജിൻ ജനറേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം. സോ അതിൽ നമ്മളൊരു 7.2, 7.3 ഒക്കെ പാറ്റ് മാർജിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2200 കോടിയുടെ ആ 7.2, 7.3 ഒക്കെ നമ്മൾ എടുത്ത് ഏകദേശം ഒരു 158-160 കോടിയുടെ പാറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്താൽ ഒരു 20% ഗ്രോത്ത് വന്നേക്കാം. സോ അവിടെ നമ്മൾ ഈ ഒരു പാറ്റ് മാർജിൻ എടുക്കുമ്പോൾ ഏകദേശം ഒരു 170 കോടി വരെ പാറ്റ് ചെയ്തേക്കാം. അപ്പം 160 തൊട്ട് 170 കോടി വരെ പാറ്റ് ജനറേറ്റ് ചെയ്യാനാണ് സാധ്യത ഈ ഇന്റർആർച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് ക്യാപ്പിന് അടുത്ത വർഷത്തെ പ്രോഫിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡ് പി കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 17-18 ആ ഒരു റേഞ്ചിലാണ് അവരുടെ ഫോർവേഡ് പി ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ M&Bയുടെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ M&Bയുടെ അടുത്ത വർഷത്തെ മാർജിൻ കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ മാർജിൻ അഫക്ട് ചെയ്തിട്ടുണ്ട് അവർ ഈ ഒരു വർഷത്തിൽ തന്നെ. സോ അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ഗൈഡൻസ് നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പം തന്നെ അവരുടെ പി റേഷ്യോ ഉള്ളത് ഏകദേശം ഒരു 18-19 അടുത്താണ്. സോ നമുക്ക് അത് തന്നെ എടുക്കുക എന്നുള്ളതല്ലാതെ, അതായത് ഇപ്പോഴത്തെ പാറ്റ് തന്നെ അടുത്ത വർഷം അവർ ജനറേറ്റ് ചെയ്താൽ ഇവർക്ക് ഈ ഒരു പി റേഷ്യോ തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. സോ അതിനെ കഴിഞ്ഞ് കുറവായിട്ടാണ് പാറ്റ് വരുന്നത്. പാറ്റിൽ ഡി ഗ്രോത്ത് ആണ് വരുന്നതെങ്കിൽ ഇവരുടെ പി റേഷ്യോ ഒക്കെ ഒരുപാട് കൂടി പോകും ഫോർവേഡ് പി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പി എടുക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ടോപ്പ് ലൈനിൽ ഗ്രോത്ത് വരികയും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്തിനെ പറ്റി ഒന്നും പറയുന്നില്ലാത്തൊരു കമ്പനി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടാത്തടത്തോളം കാലം നമ്മൾ ആ സ്റ്റോക്കിനകത്ത് നമ്മൾ പോയിട്ട് ആൻസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മാനേജ്മെന്റിന് പറയാൻ പറ്റാത്തത്രയും കാര്യങ്ങൾ നമ്മൾ ആൻസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്റർആർച്ചും ഈ പാക്കും എടുത്ത് നോക്കുമ്പോൾ ഇന്റർആർച്ചിന്റെ ഏകദേശം 17-18 ഞാൻ പറഞ്ഞല്ലോ, ഈ പാക്കിന്റെ 14-15 ഒക്കെയാണുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ പാക്കിന്റെ വാല്യൂഷൻ ആണ് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കുറവിൽ അവൈലബിൾ ആകാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റീറേറ്റിംഗ് കിട്ടാൻ, അതായത് സ്റ്റോക്ക് പ്രൈസിൽ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനി എന്ന് പറയുന്നത് ഈ പാക്കാണ്. പക്ഷെ നമ്മൾ പി റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുത്താൽ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അതിന് നമ്മൾ ഇവരുടെ ഗ്രോത്തും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈ ഗ്രോത്തിലുള്ള കമ്പനി ആണെങ്കിൽ അടുത്തടുത്ത വർഷങ്ങളിൽ ഇവരുടെ പി നല്ല രീതിയിൽ താഴേക്ക് വരും. കാരണം ഗ്രോത്ത് കൂടുതലാകുമ്പോൾ റവന്യൂ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പി റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രോത്തിന് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നല്ല കമ്പനിയായിട്ട് വന്നിരിക്കുന്ന ഈ പാക്കിന്റെ തന്നെയാണ് പി റേഷ്യോ കുറവായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ചില സമയത്ത് നേരെ തിരിച്ചു വരും. ഇപ്പോൾ ഒരു കമ്പനി 10 ആണെന്ന് വിചാരിക്കുക അവരുടെ പി റേഷ്യോ ഇപ്പോൾ ഉള്ളത്. ആ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 10% ഗ്രോത്ത് ആണ് അവരുടെ റവന്യൂവിൽ വരുന്നത്. സെയിം ടൈമിൽ വേറൊരു കമ്പനി 30% ആണ് അവരുടെ പി റേഷ്യോ എന്ന് വിചാരിക്കുക. ആ കമ്പനിക്ക് ഒരു 60% ഗ്രോത്ത് ഉണ്ടെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുന്ന സമയത്ത് ഈ 30 പി ഉള്ള കമ്പനിയുടെ അവരുടെ ഗ്രോത്ത് 60 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഡബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വർഷം കഴിയുന്ന സമയത്ത് ഈ കമ്പനിയുടെ പി 15 ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട്. സെയിം ടൈമിൽ മറ്റേ 10 പി ഉള്ള കമ്പനി അവരുടെ ഗ്രോത്ത് റേറ്റ് 10% തന്നെയാണ്. സോ അവരുടെ 10% ഒക്കെ ഡിഫറൻസേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പി റേഷ്യോ ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം 9 ആയിട്ടേ കുറയാൻ പോകുന്നുള്ളൂ. മറ്റേ കമ്പനി 30-ൽ 15 എത്തി. ഈ കമ്പനി 10-ൽ 9 പിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അടുത്ത ഒരു വർഷത്തോടെ ഇതേ പേസിൽ തന്നെ ഗ്രോ ചെയ്താൽ നേരത്തെ 30-ൽ കിടന്ന കമ്പനി ഏകദേശം ഒരു 7-7% പിയിലേക്ക് എത്തുകയും ഈ കമ്പനി, അതായത് 10 പി ഉണ്ടായിരുന്ന കമ്പനി ഒരു 8-9 പിയിലേക്ക് തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന കമ്പനികളുടെ പി റേഷ്യോ നല്ല രീതിയിൽ താഴേക്ക് വരും. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ പെഗ് റേഷ്യോ എടുക്കുന്നത്. പി ഡിവൈഡ് ബൈ ഗ്രോത്ത് ആണ് വേണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ അത് ഏറ്റവും കുറവ് നമ്പേഴ്സ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം പി എത്രയാണോ അതിനേക്കഴിഞ്ഞ് കൂടുതൽ ഗ്രോത്ത്, ഡിനോമിനേറ്റർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പെഗ് റേഷ്യോന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇവിടെ നമ്മൾ ഈ പാക്കിന്റെ എടുത്ത് നോക്കിയാൽ 15 ആണ് അവരുടെ പി വരുന്നത്, ഫോർവേഡ് പി വരുന്നത്. അതേ ഡിവൈഡ് ബൈ അവരുടെ ഗ്രോത്ത് അറൗണ്ട് ഒരു 30% ഗ്രോത്ത് എടുത്താൽ ഏകദേശം 0.5 അടുത്താണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലെ. സെയിം ടൈമിൽ നമ്മൾ ഇന്റർആർച്ചിന്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 17-18 അവരുടെ പി റേഷ്യോ. അതേ ഡിവൈഡ് ബൈ ഒരു 15% ഗ്രോത്ത് അല്ലെങ്കിൽ 20% ഗ്രോത്ത് അറൗണ്ട് ഒരു 1-ന് മുകളിലും താഴെയായിട്ടാണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിനകത്ത് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന്. കാരണം ഈ പാക്കിന്റെ 0.5 ആണ് അവരുടെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. മറ്റേ കമ്പനി നമ്മൾ ഇന്റർആർച്ചിന്റെ എടുത്ത് നോക്കുമ്പോൾ 1-ന് മുകളിലോ അല്ലെങ്കിൽ 1-ന്റെ അറൗണ്ട് ഒരു 1 ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഏത് മെട്രിക് എടുത്ത് നോക്കിയാലും വാല്യുവേഷന്റെ ഈ പാക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ ഉള്ളത്. അവരുടെ മാനേജ്മെന്റ് ഗൈഡൻസ് ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ മാത്രമുള്ള ചെറിയൊരു ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു ക്വാർട്ടറിന്റെ Q4ന്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ് ഈ കാര്യങ്ങളൊക്കെ. സോ ഇതിലൊക്കെ എല്ലാ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നേക്കാം. അടുത്ത ക്വാർട്ടറിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ M&Bയുടെ മാനേജ്മെന്റ് ചിലപ്പം ഈ പറഞ്ഞ ഈ Iran-US വാറിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഇവരുടെ മാർജിൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ മാർജിൻ കിട്ടാൻ സാധ്യതയുള്ള കമ്പനി M&B ആയിട്ട് മാറിയേക്കാം.
അതേസമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പാക്കിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റർആർച്ചിന്റെ ഒക്കെ ആണെങ്കിലും മാനേജ്മെന്റ് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള രീതിയിൽ സ്റ്റീൽ പ്രൈസ് കാര്യങ്ങളുടെ ഫ്ലക്ച്വേഷൻ അവരുടെ കോസ്റ്റിന് റോ മെറ്റീരിയൽ കോസ്റ്റിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മാർജിൻസ് ഒന്നും ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ വന്നേക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റിസൾട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവരെ ട്രാക്ക് ചെയ്യണം. അതല്ലാതെ ഈ 3 കമ്പനികളും വന്നു, അപ്പോൾ ഈ പാക്കാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനി, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മറന്നു കളയാന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ക്വാർട്ടർ ആകുമ്പോഴത്തേന് ഇവരുടെയൊക്കെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഒക്കെ പ്രൈസ്, കാരണം അത്രയും ചെറിയ കമ്പനികളാണ്, സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ ഒക്കെ പ്രൈസ് നല്ല രീതിയിലേക്ക് താഴേക്ക് പോയി നമ്മുടെ ക്യാഷാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോക്കുകളെ പഠിക്കുക, അതിനുശേഷം നിങ്ങളുടെ റിസ്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പനികളെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം. സോ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം, അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ റിസ്ക് ഉള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.